കോളനി എന്ന പദപ്രയോഗം അവിടെ താമസിക്കുന്നവരിൽ അപകർഷതയും അവമതിപ്പുമുണ്ടാക്കുമെന്ന തിരിച്ചറിവിൽ സർക്കാർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. 2022 തന്നെ അത്തരമൊരു തീരുമാനവുമായി മുന്നോട്ടുപോയ കൊടിയത്തൂരിലെ കാരക്കുറ്റി ഗ്രീനറി വില്ലയിലാണ് നമ്മളുള്ളത്. കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ 2ാം വാർഡിലെ കാരക്കുറ്റി ലക്ഷം വീട് കോളനിയാണ് 2 വർഷം മുൻപ് ഗ്രീനറി വില്ലയായത്. വെറും പേരുമാറ്റലല്ല, കയറിച്ചെല്ലാൻ പോലും പറ്റാത്ത വിധമുള്ള ചോർന്നൊലിക്കുന്ന വീടുകൾ മാതൃകാപരമായി നവീകരിക്കുകയായിരുന്നു പഞ്ചായത്ത്. തേക്കാത്ത വീടും പൊട്ടിപ്പൊളിഞ്ഞ വീടൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ഉഷാറിലാക്കി തേച്ച് അടിയൊക്കെ ടൈൽസ് ഇട്ട് നല്ല ഉഷാറായാണ്ട് കൊണ്ടുവന്ന പോലെ. പിന്നെ എല്ലാ കാര്യങ്ങളും റോഡും വെള്ളം വഴിയൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. പഞ്ചായത്തിലെ തന്നെ 3ാം വാർഡിലെ മാട്ടുമുറി കോളനിയുടെ പേരും രാജീവ് ഗാന്ധി നഗർ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. പേരുമാറ്റം എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാഴ്ചപ്പാടോട് കണ്ടത് തന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ വിദ്യാർത്ഥികളടക്കം എപ്പോഴും അവർ അഡ്രസ്സ് പറയുന്ന സമയത്ത് കോളനി എന്ന് പേര് പറയാൻ അവർക്ക് വല്ലാത്തൊരു മടിയാണ്. എവിടെയാ സ്ഥലം എന്ന് വെച്ചാൽ കാരക്കുറ്റി എന്ന് പറയും, ലക്ഷം വീട് എന്നല്ല അവർ പറയില്ല, പക്ഷേ അവരെ രേഖയിലൊക്കെ ലക്ഷം വീട് കോളനി ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ ഒരു വിഷമം പ്രയാസം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ മനസ്സുകൊണ്ടാണ് ഞങ്ങൾ ഭരണസമിതി ഇങ്ങനൊരു തീരുമാനത്തിൽ എത്തിയത്. അത് മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് 14 വീടായി കോളനിയിലുള്ളത്. അതിൽ 11 വീടും പറ്റ ദയനീയാവസ്ഥയായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ അടുക്കളയില്ലാത്ത, അവർ പറയും എപ്പോഴും കിടക്കുന്ന സമയത്ത് മൂടിൽ നിന്ന് മണ്ണ് വീണ് വായിലിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത അത്രയും ദയനീയാവസ്ഥയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവർക്ക് പ്രോജക്റ്റ് വെച്ചാൽ ഓരോ വീടിനും 1 ലക്ഷം വെച്ച് പ്രോജക്റ്റ് വെച്ചു. അത് വെച്ചിട്ട് ഒന്നും ആവില്ല. അത് വെച്ച് എസ്റ്റിമേറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ആ ഫണ്ട് ഉപയോഗിച്ച് ഇവർക്ക് വർക്കേഴ്സിനുള്ള കൂലി കൊടുക്കാൻ മാത്രം ആ ഫണ്ട് ഉപയോഗിച്ച് ബാക്കി മെറ്റീരിയൽസൊക്കെ മറ്റുള്ളവർ സ്പോൺസർ ചെയ്തിട്ടാണ് ഇത്ര ഒരു പ്രൊജക്റ്റ് നമ്മൾ 30 ലക്ഷത്തിലധികം ഇവിടെ ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ട്. 11 ലക്ഷം പഞ്ചായത്ത് ഫണ്ട് വെക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കിയത്. പൊതുജനങ്ങളിൽ നിന്ന് സ്പോൺസർഷിപ്പിലൂടെ പഞ്ചായത്തിലെ മുഴുവൻ കോളനികളും നവീകരിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. രണ്ട് കോളനികളുടെ പേരാണ് മാറ്റിയിട്ടുള്ളത്. പിന്നെ ഓരോ വർഷം പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി ഓരോ കോളനികൾ നവീകരിക്കുകയും ഭാവിയിലേക്ക് ബാക്കി വരുന്ന വാർഡുകളിലെ കോളനികളിലും ഇത്തരത്തിലുള്ള നാമകരണം ചെയ്യുന്നതിനും പ്ലാൻ ഇട്ടിട്ടുണ്ട്. ജനകീയ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റ് ഉപയോഗിച്ചിട്ട് ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കാരക്കുറ്റി ലക്ഷം വീട് കോളനി തന്നെ ഏകദേശം 30 ലക്ഷത്തോളം രൂപ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ 12 ലക്ഷത്തോളമാണ് നമ്മൾ പഞ്ചായത്ത് പ്രൊജക്റ്റായിട്ട് മാറ്റിവെച്ചത്. ബാക്കിയെല്ലാം ഇവിടുത്തെ നല്ല മനസ്സുകളുടെ സഹകരണത്തോടെയും സപ്പോർട്ടോടുകൂടിയാണ് നമുക്കത് പൂർത്തീകരിച്ചിട്ടുള്ളത്.